ഗുഡ് മോർണിംഗ്, നമസ്കാരം. മൈ വേൾഡിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്, പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ. ഓക്കെ, പ്ലീസ് ഹെൽപ്പ് മീ, പ്ലീസ് ഹെൽപ്പ് മീ യൂണിവേഴ്സ്. Please help me. Please help me, universe. Okay. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഇന്ന് വന്നേക്കുന്നത് 2 of Swords ആണ് വന്നേക്കുന്നത്. നിങ്ങളുടെ മുമ്പിൽ 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു കണ്ണ് കെട്ടിയ ഒരു അവസ്ഥയിലാണ്. ഇപ്പം സമയം അല്പം മോശമായിട്ടാണ് കാണുന്നത്. അപ്പം നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ചില കർമ്മദോഷങ്ങളൊക്കെ കാണുന്നുണ്ട് വീൽ ഓഫ് ഫോർച്യൂൺസ് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കഷ്ടത അനുഭവിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രാർത്ഥന ഒരിക്കലും നിർത്തരുത്. ഇപ്പം നമുക്ക് ആ ഒരു വിഷമമുണ്ട് എന്ന് കരുതി ആ ഒരു പ്രാർത്ഥന ഒരിക്കലും നിർത്തരുത്. ഇപ്പോൾ ഒരു നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു കർമ്മദോഷം നമ്മൾ ആ ഒരു ചക്രത്തിൽ നിന്ന് ആ ഒരു കർമ്മ സൈക്കിൾ കഴിയുമ്പോഴത്തേക്ക് തീർച്ചയായും നിങ്ങളുടെ മുമ്പിൽ നല്ലൊരു സമയം കാണുന്നുണ്ട്. നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് എന്തായാലും ഒരു ഫലം കാണുന്നുണ്ട് എന്ന് തന്നെയാണ് ഏസ് ഓഫ് കപ്സ് പറയുന്നത്. ഒരു സ്പിരിച്വലി ഉള്ള ഒരു കണക്ഷൻ ഈ ഒരു പ്രാർത്ഥനയുടെ ഫലമായി നിങ്ങളിലേക്ക് വന്നു ചേരും. ഈ ഒരു സമയദോഷം, ഈ ഒരു കർമ്മ അനുഭവിച്ച് കഴിയാൻ നേരത്തെ തീർച്ചയായും നിങ്ങളുടെ മുമ്പിൽ നല്ലൊരു വഴി തെളിയും എന്ന് തന്നെയാണ് ഈ ഒരു സമയദോഷം. കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് സമയദോഷം മാറിക്കഴിയുന്ന ഉടനെ തീർച്ചയായും ഏസ് ഓഫ് കപ്സ് പറയുന്നത് കണ്ടില്ലേ, തീർച്ചയായും ഒരു ആഗ്രഹ സബലീകരണം, ഒരു നല്ലൊരു സന്തോഷം, സമാധാനം, ഐശ്വര്യം എല്ലാം കാണുന്നുണ്ട് എന്നാണ് ഇതിനകത്തൂടെ കാണിക്കുന്നത്. അപ്പം എന്നും നമ്മൾക്ക് ഒരേപോലെ ആയിരിക്കത്തില്ല. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കവും ഉണ്ടാകുമെന്ന് തന്നെ നിങ്ങൾ കരുതുക. നിങ്ങളുടെ വിഷമമൊക്കെ ഒരു താൽക്കാലത്തേക്ക് മാത്രമാണ്, താൽക്കാലികമാണ്, അത് ശാശ്വതമല്ല കേട്ടോ. അങ്ങനെ ഒരിക്കലും ധരിക്കരുത്. അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ധൈര്യമായിട്ടിരിക്കൂ, ഹാപ്പി ആയിട്ടിരിക്കൂ, മനസ്സിൽ പോസിറ്റീവായിട്ടിരിക്കൂ. ഓക്കെ, താങ്ക് യു.